ഓക്കെ അല്ലേ? നമസ്കാരം സനജിത്ത്, അഭിജിത്ത്, എല്ലാവർക്കും സന്തോഷം. ബാബു ഹായ്. ഇന്ന് ഒരു വീഡിയോ കണ്ടു. ഞാനിന്ന് ലൈവ് ചെയ്യണ്ടെന്ന് വിചാരിച്ചത്, അവർ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വന്നത്. ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാ, പക്ഷേ ചെയ്തേ പറ്റൂ എന്നൊരു സ്ഥിതിവിശേഷം എത്തി. റെനി, ഓർമ്മയുണ്ടോ ഉമ്മായെ മോളെയും കെട്ടാൻ പറയുന്ന ഒരു ഖുർആൻ വചനം? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നതാണ്. ഉമ്മായെ കെട്ടാം, ഉമ്മായെ കെട്ടിയിട്ട് ഭോഗിച്ചിട്ടില്ലെങ്കിൽ മകളെയും കെട്ടാമെന്ന് പറയുന്ന വചനം. ഇനി അത് കിട്ടിയാൽ അതിന്റെ ഇൻഡെക്സ് ഒന്ന് എടുത്തിട്ടേക്കണം കേട്ടോ. ഞാനത് പലപ്പോഴും ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എഴുതി ഇട്ടിരുന്നു ആ വചനം ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഒരു കാക്ക വന്നിട്ട് ഒരു ഉസ്താദിനോട് അഭിപ്രായം ചോദിക്കുവാണ്. ഉസ്താദേ, എൻ്റെ മകൾ സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. ആ സൗന്ദര്യത്തിൽ ഞാൻ ആകൃഷ്ടയായി പോയി. ചുരുക്കം പറയാമല്ലോ, എൻ്റെ മോൾക്കിപ്പോൾ 2 മാസം വയറ്റിലുണ്ട്. ഉത്തരവാദി ഞാൻ തന്നെയാണ്. എൻ്റെ പറമ്പിൽ ഒരു വാഴ കുലച്ചാൽ ആ വാഴയിലെ വാഴക്കുല ഞാൻ ആദ്യം വെട്ടണോ, നീ വെട്ടണോ? അതാണ് ചോദ്യം. 4:23 ശരിയാണ്, ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. എടുക്കാം ഞാൻ കേട്ടോ, എടുത്തു തരാം. അപ്പോ എൻ്റെ പറമ്പിൽ ഒരു വാഴ കുലച്ചാൽ അതിലെ വാഴക്കുല എനിക്കല്ലേ സ്വന്തം? നിനക്കാണോ സ്വന്തം? അല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾ പറയും ഞാനിത് വെറുതെ പറയുവാണെന്ന്. നീ എന്നൊക്കെ ഷെബീറെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കട്ടോ. നീ നിന്റെ കൽപ്പനയൊന്നും ഇവിടെ ഇടണ്ട. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന്റെ സൗകര്യപ്രദമായിട്ട് ഞാൻ അങ്ങ് കാണിക്കുകയും ചെയ്തോളാം. നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ലല്ലോ. ആട്ടി വിടും മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. അതല്ലെങ്കിൽ ഏതെങ്കിലും എലിചത്ത മൂല നോക്കി പോയി അവിടെ നിൽക്ക്. എന്നിട്ട് കേട്ടോ, ഇത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല, മക്കൾക്കും സഹിക്കാൻ പറ്റില്ല, സഹോദരങ്ങൾക്കാണെങ്കിൽ പറയാനുമില്ല. ലിംഗം കൊണ്ടു മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനല്ലാതെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ പ്രവർത്തിക്കുന്ന കാര്യം, അത് രണ്ടാമതല്ലേ. സ്വന്തം മോളെ പ്രണയിച്ചു. മോൾക്ക് അപാരമായ സൗന്ദര്യമാണ്, ചെറിയ പെൺകുട്ടിയാണ്. നോക്കിക്കോ. और मैं भी चाहता हूँ कि मेरी बेटी कहीं और जाएगी, वहाँ परेशान हो, इससे अच्छा मैंने इसकी शादी कर दी। और अब ये ना 2 महीने से प्रेग्नेंट भी है। अरे भाई साहब, ये है कि बाप अगर എന്റെ മോളാണ്, എന്ത് ചെയ്യാനാ? മോള് 2 മാസം ഗർഭിണിയാണ്, ഞാൻ കെട്ടിക്കൊള്ളാം. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വാപ്പയും ഞാനാണ്, ആ വയറ്റിൽ കുഞ്ഞിനെ പേറുന്ന ആളിന്റെ വാപ്പയും ഞാനാണ്. അതുകൊണ്ട് 2 പേരും എന്നെ വാപ്പ എന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതാണ് നമ്മുടെ इस तरह से प्यार करे और खुदा न खास्ता बाप के दिल में शहवत पैदा हो गई। शरीयत में जो सेक्सुअल रिलेशन है वो एक वक्त में एक औरत के साथ हो सकता है। माँ से हो गया तो बेटी से नहीं हो सकता, बेटी से हो गया तो माँ से नहीं हो सकता। ऐसी इजाजत नहीं है कि इधर भी और उधर भी। ना 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 ना, ഏത് സ്ത്രീകളെ വേണമെങ്കിലും നമുക്ക് ഭാര്യമാരാക്കാം, അവരെ ഗർഭിണിയുമാക്കാം, അവർക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കാം, അവരുടെ മക്കളുടെ വാപ്പയാകാം, ഏത് സ്ത്രീകളുടെ വേണമെങ്കിലും ഭർത്താവുമാകാം, കുഴപ്പമില്ല. പക്ഷേ സ്വന്തം മോൾക്ക് കുട്ടിയുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിൽ ഇല്ലാത്തതാണ് എന്നാണ് ഉസ്താദ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ശരി, ഇനി ഇവരിതിന് പ്രതിവിധി എന്താ പറയുക? നിങ്ങള് നിർബന്ധമായിട്ടും ഇമ്രാന ഫത്വ എന്ന ഒരു വിശ്വവിഖ്യാതമായ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ദുയൂബത്ത്, അതെ, ഓക്കെ. ഇമ്രാന ഫത്വ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം. ഇമ്രാന എന്ന 24-കാരിയായ ഒരു സ്ത്രീ,
ഈ സ്ത്രീയുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അമ്മായിയപ്പൻ കേറി പണിഞ്ഞു. ഇത് കണ്ടോണ്ട് വരുവാണ് മകൻ. സ്വന്തം ഭാര്യയെ പിതാവ് അവിഹിതം നടത്തുന്നത് കണ്ടോണ്ട് വരുന്ന മകന്റെ ചങ്ക് പൊടിഞ്ഞു. മതനിയമമല്ലേ, ലംഘിക്കാൻ പറ്റുമോ? പള്ളിയിൽ പോയി ഉസ്താദിനെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തു സംഘമായിട്ട്. കാരണം ഇസ്ലാമിൽ തെളിവ് വേണം, സാക്ഷി വേണം. എല്ലാവരും വന്നു നിന്നു. കളിയൊക്കെ തീരുന്നത് വരെ കണ്ട് ആസ്വദിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് ദുയൂബന്ദിലെ ഉലമാക്കളൊക്കെ വന്നിട്ട് ഒരു മതവിധി പുറപ്പെടുവിച്ചു. എന്താണെന്നറിയാമോ? ഇനി മുതൽ പേര് പറഞ്ഞിരിക്കുക, ഇനി മുതൽ ഈ സ്ത്രീ, അതായത് ഇമ്രാന എന്ന് പറയുന്ന 24കാരി, 4 മക്കൾ വേറെ ഉണ്ട് കേട്ടോ ഇമ്രാനയ്ക്ക്, വാപ്പയുടെ പത്നിയാണ്. അപ്പൊ മകനാരാ? അപ്പോൾ മകനാരാ? ഞാൻ കാണണ്ട, ദിയ കേട്ടോ. അതാ പറഞ്ഞത് ഇമ്രാന ഫത്വ അടിച്ചു നോക്കാനെന്ന് ഗൂഗിളില് കേട്ടാ. പോയി നോക്കിയിട്ട് വച്ചല്ലേ. നീ എല്ലാം കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി. നിന്റെ വാപ്പ നിന്നെ അങ്ങനെ ചെയ്താൽ മാത്രം നീ വിശ്വസിച്ചാൽ മതി കേട്ടാ. അപ്പോ ആലോചിക്കണം, ഇന്നലെ വരെ കെട്ടിപ്പിടിച്ചു കിടന്ന ഭർത്താവ് അവൾക്ക് 4 മക്കളെ ഉണ്ടാക്കി കൊടുത്ത 4 മക്കളുടെ പിതാവ് ഇന്നാരായി? ഇന്നലെ വരെ ഭാര്യയായിരുന്ന ആള് ഇന്ന് ഇയാൾ എന്താ വിളിക്കേണ്ടത്? ഉമ്മ എന്ന് വിളിക്കണം. വാപ്പ കെട്ടിയില്ലേ, വാപ്പാടെ ഭാര്യയായില്ലേ ഇമ്രാന? ചോദ്യം ഇതാണ്. മകനുണ്ടായ 4 മക്കളുണ്ടല്ലോ, ഈ 4 മക്കൾക്ക് ഇമ്രാന ഇനിയും ആരായിട്ട് വരും? ആരായിട്ട് വരും? കാര്യം മനസ്സിലായോ? ദിയായ്ക്ക് കുറച്ച് ഉളുപ്പിന്റെ കുഴപ്പമുണ്ടല്ലേ? ശരി, നമുക്കത് മാറ്റിയേക്കാം. അടങ്ങ് 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 മാധവ, അടങ്ങ്. എന്നാ और मैं भी चाहता हूँ कि मेरी बेटी कहीं और जाएगी, वहाँ परेशान हो, इससे अच्छा मैंने इसकी शादी कर ली। और अब ये ना 2 महीने से प्रेग्नेंट भी है। अरे भाई साहब, ये है कि बाप अगर बेटी എന്റെ മകളാണ്, എന്റെ മകൾക്ക് 2 മാസം വയറ്റിലുണ്ട്, അതിന്റെ ഉത്തരവാദി ഞാനാണ്. എന്റെ മകൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുത്ത നല്ലപ്പൻ അവാർഡ് എനിക്കിങ്ങട് തന്നേക്കണം. എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചോളാം. സ്വന്തം മക്കൾക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാൻ ഉളുപ്പില്ലാത്ത ആ പിതാവിനെ വിമർശിക്കാൻ എനിക്കാണോടി ഉളുപ്പ് വേണ്ടത്? ആണോ? ഉളുപ്പില്ലാത്ത വർഗമേ, ഇത് കേട്ടിട്ട് പോലും നിനക്കൊന്നും ഒരു ലജ്ജയും തോന്നുന്നില്ലല്ലോ. നിന്റെ മതത്തിലുള്ള കുണ്ടനടിക്കാര് ചെയ്യുന്നതാ ഇതൊക്കെ. അതുകൊണ്ടാണ് ഒരു മതപുരോഹിതന് ഈ രൂപത്തിൽ മതവിധി പുറപ്പെടുവിക്കേണ്ടി വരുന്നത്. സ്വന്തം മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കല്ലേ, അത് മതത്തിലുള്ളതല്ല, അത് മത നിയമമല്ല, അത് ശരീഅത്ത് നിയമത്തിനെതിരാണ് എന്ന് വേറെ ഏതെങ്കിലും മതപുരോഹിതന്മാർക്ക്, വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രൂപത്തിൽ ഉപദേശിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല. तो इस तरह से प्यार करे और खुदा न खास्ता बाप के दिल में शहवत पैदा हो गई। शरीयत में जो सेक्सुअल रिलेशन है वो एक वक्त में एक औरत के साथ हो सकता है। माँ से हो गया तो बेटी से नहीं हो सकता, बेटी से हो गया तो माँ से नहीं हो सकता। ऐसी इजाजत नहीं है कि इधर भी और उधर भी। ना 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 ना, സ്വന്തം മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്നത് ശരീഅത്ത് നിയമത്തിൽ പെട്ടതല്ല എന്ന് ഉസ്താദ്മാർക്ക് പറയേണ്ടി വരുന്നത് ഇതുപോലെയുള്ള വാപ്പാമാരുള്ളത് കൊണ്ടാ. ഇതുപോലെയുള്ള പിതാക്കന്മാർ, നമ്മുടെ നാട്ടിൽ പറയും കണ്ണന്തിരിവ് കാണിക്കാന്ന്, ആ കണ്ണന്തിരിവ് കാണിച്ചത് കൊണ്ടാ. വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഹിതന് ഈ രൂപത്തിൽ ഉപദേശിക്കേണ്ടുന്ന ഒരു ഗതികേടുണ്ടായിട്ടുണ്ട്. ഇത് പറയുമ്പോഴും നിങ്ങൾക്ക് എന്നെ കല്ലെറിയാനാണ് തിടുക്കമെങ്കിൽ ആ കല്ലേറ് ഞാൻ അങ്ങോട്ട് വാങ്ങിക്കോളാം, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോ, പ്രശ്നമില്ല. കാരണം ഇത്രയും വ്യക്തമായി ഒരു വീഡിയോ കാണിച്ചു തന്ന് പറഞ്ഞിട്ട് പോലും
നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് നമുക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഒരു പിതാവാണ് വന്ന് പറയുന്നത്, തൻ്റെ മകൾ തന്നിൽ നിന്ന് ഗർഭിണിയാണ്, 2 മാസം, അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾ കണ്ടോ? 8-9 വയസ്സ്, അതല്ലെങ്കിൽ പോട്ടെ 10 വയസ്സ്. 10 വയസ്സൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും അല്ല, അത് വേറെ. എന്നാൽ മതത്തിൽ അങ്ങനെ ഒരു മതവിധി ഉണ്ടോ? അറിയുമ്പോൾ നമ്മൾ അതുകൂടി അറിയണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. നിങ്ങളിൽ എത്ര പേരുടെ മൈൻഡിൽ അത് ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ അലിയാർ കാസിമിയുടെ ഒരു പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, അദ്ദേഹം പറഞ്ഞത് 6 വയസ്സിലല്ലല്ലോ ആയിഷയെ പ്രവാചകൻ വേഴ്ച നടത്തിയത്, വിവാഹം കഴിച്ചു വേഴ്ച നടത്തിയത് 9ാമത്തെ വയസ്സിലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ 9 വയസ്സ് ഇവരെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണല്ലേ. ആയിക്കോട്ടെ, സന്തോഷം. 6 വയസ്സായ ആയിഷയ്ക്ക് പക്വത എത്തിയിട്ടില്ല എന്ന് അള്ളാഹുവും അവന്റെ റസൂലും തിരിച്ചറിഞ്ഞത് മമ്മദണ്ണൻ ആയിഷയെ വിവാഹം കഴിച്ചതിന്റെ ഭാവി ജീവിതം തകർത്ത് കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ മുള്ളൂർക്കര അണ്ണൻ വളരെ കൃത്യമായിട്ടത് പറഞ്ഞു വെച്ചില്ലേ. പ്രവാചകൻ ആയിഷയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് ഊറിലിന്റെ പർദ്ദയല്ല, പട്ടുസാരിയല്ല, കളിപ്പാട്ടമായിരുന്നു, കളിപ്പാവകളായിരുന്നു. അതൊന്നും ഇനി ഞാൻ കേൾപ്പിക്കേണ്ട കാര്യമില്ല. പല തവണകളിൽ ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ആ വീഡിയോ എൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അതൊക്കെ ഇവര് മുക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് കൃത്യമായിട്ട് പൊക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അവസരോചിതമായി നമുക്കത് വിനിയോഗിക്കാവുന്നതാണ്. കേട്ടല്ലോ. അപ്പോൾ ആയിഷയ്ക്ക് പക്വത എത്തിയിട്ടില്ലാത്ത പാവക്കുട്ടികളെ വെച്ച് കളിക്കുന്ന കുഞ്ഞുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഈ പ്രവാചകൻ ഒരു പീഡോഫിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. കാരണം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്, അത് അല്ല എന്ന് പറയുന്നില്ല. മാനവരിൽ മഹാ ഉണ്ണാക്കനായിട്ടുള്ള, മഹാമ്ലേച്ഛനായിട്ടുള്ള ഒരു പ്രവാചകൻ ഇത് ചെയ്തത് നമുക്ക് ജെമിനിയോടൊന്ന് ചോദിച്ചു നോക്കാം. അതിനു മുമ്പ് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നേക്കല് ജെമിനിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്ന ChatGPT കൃത്യമായിട്ട് ഉത്തരം നൽകി. അതെ, മമ്മദണ്ണൻ അത് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അലിയാർ കാസിമി പറഞ്ഞത് എന്താണ്? അതെ, 9 വയസ്സിലാണ് പ്രവാചകൻ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പക്ഷെ അലിയാർ കാസിമി അത് 10 വയസ്സാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, 6 വയസ്സെന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ ഈ ഭൂമി ലോകത്ത് വച്ചോണ്ടിരിക്കരുത് എന്നാ പറഞ്ഞു. അവനെ അപ്പ തന്നെ കൊന്നുകളയണമെന്ന്. കാരണം ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ പറഞ്ഞ അതേ ഹദീസുകൾ എടുത്ത് ഞങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പ്രവാചകന് ചെയ്യാം, നമ്മൾ പറഞ്ഞാൽ നമ്മൾ തെറ്റുകാർ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഉസ്താദെ, നമ്മൾ പറയും ഇത് പാകിസ്ഥാൻ അല്ലാത്തതുകൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമ്മൾ പറയും. അപ്പോൾ മമ്മദണ്ണൻ ഒരു പീഡോഫൈലായിരുന്നു എന്നല്ലേ ഇപ്പോഴത്തെ വിഷയം? നോക്കാം. ഹലോ ജെമിനി, വെൽക്കം ബാക്ക്. ഹായ്, തിരിച്ചെത്തിയതിൽ സന്തോഷം. എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്റെ ഒരു സംശയം, മുഹമ്മദ് നബി ആയിഷ ബീവിയെ വിവാഹം കഴിച്ചത് പിഡോഫീലിയാണോ? മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിച്ചത് പെഡോഫീലിയ ആണോ എന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വിവാഹ സമയത്ത് ആയിഷയുടെ പ്രായം സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് 19 വയസ്സായിരുന്നു. മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർക്ക് 17 വയസ്സായിരുന്നു. അതിനാൽ ഈ വിവാഹം പെഡോഫീലിയ ആണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. മുഹമ്മദ് ആയിഷയെ വിവാഹം കഴിച്ചപ്പോൾ ആയിഷക്ക് 6 വയസ്സും
അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചപ്പോൾ, ലൈംഗിക ബന്ധം ആരംഭിച്ചപ്പോൾ ആയിഷക്ക് 9 വയസ്സുമായിരുന്നു എങ്കിൽ അത് പെഡോഫീലിയ ആകുമോ? മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 9 വയസ്സായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രായത്തിലുള്ള കുട്ടിയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുന്നത് പെഡോഫീലിയ ആയി കണക്കാക്കാം. അപ്പോൾ ഇത്രേ നമ്മളും പറയുന്നുള്ളൂ. ഇനി ജെമിനിയെ കൊല്ലാൻ പറയുമോ? ചാറ്റ് GPT ജെമിനിയെ എങ്ങനെ കൊല്ലണമെന്നും കൂടി അലിയാർ കാസ്മി ചിലപ്പോ പറഞ്ഞു കൊടുക്കുമായിരിക്കും. എത്ര പേരെ കൊല്ലും? ആദ്യം ബുഖാരി മുതൽ ചെയ്യേണ്ടി വരും കൊല, അല്ലെ? ബുഖാരിയെ, മുസ്ലിമിനെ, ഇബ്നു മാജയെ, അബൂദാവൂദിനെ, നസായിയെ, അങ്ങനെ എത്ര പേരെ, തിർമുദി അടക്കം എത്ര ഖുർആൻ വ്യാഖ്യാതാക്കളെ ഇവര് കൊല്ലേണ്ടി വരും. അത് കഴിഞ്ഞിട്ടല്ലേ ഒരു ജാമിദായും ആരിഫിനെയും ഒക്കെ കൊല്ലാൻ ഇവർ ഇറങ്ങിത്തിരിക്കുക. അപ്പോ മമ്മദണ്ണൻ 6 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച് 43 വയസ്സിൽ, എന്നിട്ട് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ വയസ്സ് എത്രയാ? 53 വേഴ്സസ് 6. ഇനി അതല്ല, 9 വയസ്സിലാണ് ലൈംഗിക ബന്ധം ആരംഭിക്കുന്നതെങ്കിൽ 56 വേഴ്സസ് 9. 10 വർഷം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബി കാഞ്ഞു, മുഹമ്മദ് നബി ചരിഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. അപ്പോ ജെമിനിക്കും മനസ്സിലായി അണ്ണൻ ലതാണെന്ന്. ശരി, ആയിഷ വിവാഹം കഴിച്ചപ്പോൾ 6 വയസ്സായിരുന്നു എന്ന് തെളിവ് ഞാൻ തന്നു കഴിഞ്ഞാൽ മുഹമ്മദ് പെഡോഫിലി ആണെന്ന് പറയാൻ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂ? മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 9 വയസ്സായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ നൽകിയാൽ അത് പെഡോഫീലിയ ആയി കണക്കാക്കാവുന്നതാണ്. താങ്കൾക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം, മുസ്ലിമിലുമുണ്ട്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇത്. അത് പ്രകാരം മുഹമ്മദ് നബി ഒരു ശിശുഭോഗിയായിരുന്നു. ദിയ, നിന്റെ വാപ്പയോട് പോയി പറ, വാപ്പയ്ക്ക് കഴിവുണ്ടെങ്കിൽ വാപ്പ ചെയ്യട്ടെ, ഞങ്ങൾ ആ കാറ്റഗറി അല്ല, നമ്മളാരും അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. നിനക്ക് തന്തയുണ്ടെങ്കിൽ നിന്റെ തന്തയോട് പോയി ത്വാക്കത്ത് തെളിയിക്കാൻ പറ. ഞങ്ങളൊക്കെ അങ്ങനെ തെളിയിച്ചാലേ ഞങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ കഴുത്ത് വെട്ടിയെടുത്ത് താലത്തിൽ വെച്ചിട്ട് ഘോഷയാത്ര നടത്തും. ചെല്ലെ ഷെഫീക്കെ, നീ എന്നെ തട്ടടിയിക്കാൻ ശ്രമിക്കണ്ട. നീ എൻ്റെ ആരാ? കെട്ടിയോനോ, തന്തയോ, ആങ്ങളെയോ? ഇറങ്ങിപ്പോടാ മാറി, ഇറങ്ങിപ്പോടാ. തട്ട ഉണ്ടാക്കിക്കാൻ നടക്കുക. അപ്പോ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ മുഹമ്മദ് നബിക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ പറയുമ്പോഴാണ് ഇവർക്ക് കുഴപ്പമല്ലേ? അതിവിടെ നടക്കില്ല കാക്ക, അതിവിടെ നടക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഏതൊന്നിനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ജനിക്കുന്നത് കൊണ്ട് പൗരത്വത്തോടൊപ്പം തന്നെ കിട്ടുന്നതാ. പറഞ്ഞുകൊണ്ടേയിരിക്കും. കാക്ക ചെയ്തതാ സ്വന്തം മകൾക്ക് 2 മാസം വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് ഉസ്താദിനോട് വന്നിട്ട്, ഉസ്താദെ ഞാനങ്ങ് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴാ ഉസ്താദ് ഇത് പറഞ്ഞത്. അതെ, നമുക്ക് എന്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും നമുക്ക് ഗർഭിണിയാക്കാം, പക്ഷേ മറ്റത് അത് പാടില്ല, സ്വന്തം മോളെ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മത പണ്ഡിതൻ ഇങ്ങനെ ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? മറ്റൊരു മതവിഭാഗത്തിലും ഇങ്ങനെ ഒരു ചോദ്യം പോലും വരില്ല. വേറെ ഒരു മതവിഭാഗത്തിലും സ്വന്തം മകളെ വിവാഹം കഴിക്കട്ടെ എന്ന് ഒരു മനുഷ്യനും ചോദിക്കില്ല. കാരണം അതെന്റെ ബീജത്തിൽ പിറന്ന എന്റെ കുഞ്ഞാണ് എന്ന് 100%
തിരിച്ചറിയാൻ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് കഴിയുന്നു. ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിന് കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. കണ്ടോ, എന്റെ തലമറക്കിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക കുറെ എണ്ണം. തലയിൽ തട്ടമിട്, തലമറയ്ക്ക്. ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഒരാള് എന്ത് വേഷം ധരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഈ മദ്രസ പൊട്ടന്മാരോട് എത്ര പറഞ്ഞാലും ഇവനൊന്നും മനസ്സിലാകത്തില്ലല്ലോ. ഇനി ഞാൻ തലയിൽ തട്ടമിട്ടാൽ ഇവനൊക്കെ സ്വർഗം കിട്ടുമോ? ഇനി എനിക്ക് നരകം കിട്ടിയാൽ ഇവനൊക്കെ എന്താ വിഷമം? ആ നരകത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെന്താണ് ഇവർക്കൊക്കെ? ദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വന്ന് ഈ സംവദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഒരു സ്വന്തം മകളെ ഗർഭിണിയാക്കിയ ഒരു പിതാവ് മതപണ്ഡിതനോട് വന്നിട്ട് ഞാൻ അവളെ കെട്ടിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഞാൻ ഒരു മോശക്കാരിയും ചെയ്ത വാപ്പ ഉത്തമ പുരുഷനും. ഇവരെ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായോ? യോനി ചിന്തക്കാരും ലിംഗചിന്തക്കാരും. അതാണ് ഇവരുടെ രീതി. ഇവർക്ക് അങ്ങനെ മാത്രമേ ഇവരെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. യോനി കൂലി എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ യോനി ചിന്തയും ലിംഗചിന്തക്കാരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സുള്ള കുഞ്ഞ് ഏത് കാലഘട്ടത്തിലും ഒരു കുഞ്ഞ് തന്നെയാണ്. 6 വയസ്സുള്ള ഒരു കുഞ്ഞ് തന്നെയാണ്, ഒരു സംശയമില്ല. മോനെ, ഒരു സംശയമില്ല. പക്ഷേ ആ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും തെറ്റ് തന്നെ. വേണ്ട, തെറ്റ് തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ പറയും. ചോദിക്കട്ടെ, MSB ഉമ്മ പട്ടിയുടെ അടുത്ത് പോയതാണോടാ, അതോ പട്ടി ഉമ്മാടെ അടുത്തേക്ക് വന്നതാണോ, അതോ വാപ്പായാണോ നീ ഇപ്പൊ ഈ പറഞ്ഞത്? ആ MSBയെ പറഞ്ഞു വിട്ടേരെ. റെനി, ഒന്ന് ആലോചിച്ചോ. ഒരു മാതാപിതാക്കള് അവർക്ക് 10 മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 മക്കൾ പരസ്പരം വിവാഹം കഴിച്ചാൽ നിങ്ങൾ എന്തു പറയും? അത് ഇൻസെസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഭാഷയിൽ അത് ഇൻസെസ്റ്റ് ആണ്. രക്തബന്ധങ്ങൾ, പരസ്പരമുള്ള ലൈംഗിക വീഴ്ചയെ തന്തയില്ലാഴിക എന്നാ പറയുക. തെമ്മാടിത്തം എന്നാ നമ്മൾ പറയുക. നമ്മൾ അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല. ഇപ്പോ നമുക്ക് എല്ലാ വീടുകളിലും 2, 3, 4 ഒക്കെ മക്കളുണ്ട് എന്ന് വിചാരിക്കുക. അവർ പരസ്പരം വിവാഹം കഴിച്ചാൽ അത് തെറ്റ് അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പറയൂ. പക്ഷേ ഇസ്ലാമിന്റെ മതനിയമം എന്താണെന്നറിയാമോ? കേട്ടോ, ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഉസ്താദ് പറയട്ടെന്നേ. നമ്മുടെ അലിയാർ കാസിമിയെ കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മതവിധി തേടാം. അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് അള്ളാഹു ഒരു ആദം ഒരു ഹവ്വയും ഒരു ജോഡിയും കൂടി ഉണ്ടാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നു. അല്ലേ? ആദം ഹവ്വ ഒരു പേര്, അവർക്കുണ്ടാകുന്ന മക്കൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയാൻ, എന്ന് പഠിപ്പിക്കാൻ ഒരു സെറ്റ് ആദമിനെയും ഹവ്വയെയും കൂടി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകുമെന്നല്ലേ അല്ലാഹു ഖുർആനിൽ പറയുന്നത്? എന്തേ കുഞ്ഞു പറയാൻ ഇയാള് മറന്നുപോയോ? അതോ ഇയാള് കുഞ്ഞു പറഞ്ഞാൽ ആദവും ഹവ്വയും ഒന്നും ഉണ്ടാകത്തില്ലയോ? ഇയാള് കുഞ്ഞു പറഞ്ഞുണ്ടാക്കിയ ഒന്നും ഖുർആനിൽ ഇല്ല. അത് വേറെ നിൽക്കട്ടെ. അപ്പോൾ ആദമും ഹവ്വയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ വെറുതെ പറയുവാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആദമും ഹവ്വയും പരസ്പരം വീഴ്ച ചെയ്തുണ്ടാകുന്ന മക്കൾ നമ്മുടെ കോൺസെപ്റ്റിൽ അവർ സഹോദരങ്ങളാണ് അല്ലേ? അവർ 20 മക്കളല്ല, 20 പ്രസവത്തിൽ 40 മക്കൾ ഉണ്ടാക്കിയാലും ശരി, അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഞങ്ങൾ 13 മക്കളുണ്ട്, 4 പേര് മരിച്ചു, ബാക്കി 9 പേരുണ്ട്. ഞങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഞങ്ങൾ കിടക്കുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല്
ഞങ്ങൾക്കത് പൊതച്ച് തന്ന് ഒരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി തന്ന് അങ്ങനെ ഞങ്ങളെ പുതപ്പിച്ച് അതല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന മുണ്ടോ തോർത്തോ ഒക്കെ ഉരിഞ്ഞ് ഞങ്ങൾക്ക് ഇട്ട് തന്ന് ഞങ്ങളുടെ നഗ്നത മറച്ച് വാതിലും അടച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സഹോദരങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഞങ്ങളുടെ ആരുടെയും സഹോദരങ്ങൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളല്ല. അത് തെറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അബ്ദുൽ കരീം, നിന്റെ തള്ളയെ പോയി വിളിക്കിച്ചല്ലേ കേട്ടാ. ദിയായെ പറഞ്ഞു വിടാനുള്ള സമയമായിട്ടുണ്ട് റെനി കേട്ടോ. എടി പൊടി മറ്റവളെ അവളെ ഇവളെ എന്നൊക്കെ വിളിക്കുന്നത് തള്ളയെ വിളിക്കുന്ന വിളിയാ. വീട്ടില് തള്ളയും തന്തയും ഒക്കെ പരസ്പരം വിളിക്കുന്ന വിളിയൊന്നും ഇവിടെ വന്ന് വിളിക്കണ്ട. ഇവിടെ നിന്നെ ഒന്നും ഇവിടെ ആവശ്യമില്ല കേട്ടാ. ഞാൻ പേര് മാറ്റണോ വേണ്ടത് ഞാൻ അങ്ങ് തീരുമാനിച്ചോളാം. മാറ്റിയിട്ടില്ലെങ്കിൽ നീ ഒക്കെ എന്റെ കേസ് കൊണ്ടാ പോടാ. ആലോചിച്ചോണം. ഒരു ഉമ്മ പ്രസവിക്കുന്ന 50 മക്കളുണ്ടെങ്കിൽ ആ 50 മക്കളും പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? ശരി, ഉസ്താദ് പറയട്ടെ. പറയൂ ഉസ്താദ്, പറയൂ. അലൈഹിസ്സലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാണ് പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ആദമും ഹവ്വയും വേഴ്ച ചെയ്ത് ഹവ്വ പ്രസവിക്കുന്ന മക്കളെല്ലാം ഇരട്ട കുട്ടികളായിരുന്നു. ശ്രദ്ധിക്കണം, ഇരട്ട മക്കൾ. അപ്പോ ഹവ്വ 20 മക്കളെ പ്രസവിച്ചു. 40 മക്കൾ. 20 പ്രസവത്തിൽ എല്ലാം ട്വിൻസ് ആയിരുന്നു. 40 മക്കൾ. ഈ 40 മക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ സഹോദരങ്ങളാണ്. ഒരമ്മ പ്രസവിച്ച മക്കളാണ്. ഒരു പിതാവിന്റെ ബീജത്തിൽ നിന്നുണ്ടായ മക്കളാണ്. അത് ആദ്യം പ്രസവിച്ചോ രണ്ടാമത് പ്രസവിച്ചോ മൂന്നാമത് പ്രസവിച്ചോ അത് രണ്ടാമത്തെ കാര്യമാണ്. അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഉസ്താദ് പറയട്ടെ. ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ? രണ്ടിനെ പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപാര തൊലിക്കെട്ടിയാണല്ലോ ഉസ്താദേ നിങ്ങൾക്ക്. ഒരുമ്മ പ്രസവിച്ച മക്കള് 20 മക്കള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിട്ട് 20 പ്രസവത്തിലെ 40 മക്കൾ. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങേരുടെ മുമ്പിലിരിക്കുന്ന ഒരുത്തം പോലും വെളിവുള്ളവരില്ലേ? ഇത് എന്തുവാണ് ഇവരീ പറയുന്നത്? ഹവ്വ പ്രസവിച്ച 40 മക്കളിൽ 20 പേര് മാത്രമേ സഹോദരങ്ങളുള്ളെന്ന്. എന്തുവാടേ ഇതൊക്കെ? അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അല്ലാഹു തആല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഒരു ജോഡിയും കൂടി ഉണ്ടാക്കിയാ പോരായിരുന്നു. ഒരു തന്ത ഉണ്ടാക്കി ഒരു തള്ള പെറ്റ മക്കളെ പരസ്പരം കെട്ടിക്കാൻ പറഞ്ഞിട്ട് അവര് പരസ്പരം വേഴ്ച ചെയ്തോളാൻ പറഞ്ഞിട്ട് മക്കളും മാതാപിതാക്കളും പരസ്പരം വീണ്ടും വീണ്ടും വേഴ്ച ചെയ്ത് അങ്ങനെ വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അതിനെ കോട്ടിട്ട് വന്ന് ഈ കാലഘട്ടത്തിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം? എന്നിട്ട് ഇവൻ പറയുക 9 വയസ്സിൽ വേഴ്ച ചെയ്തു എന്ന് പറഞ്ഞാല് അവരെയൊക്കെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പാടില്ല, അവരെയൊക്കെ കൊന്നുകളയണമെന്ന്. സ്വന്തം മക്കളെ പരസ്പരം വേഴ്ച ചെയ്ത ഈ മാതാപിതാക്കളെയും ഇത് അനുവദിച്ചു കൊടുത്ത മാതാപിതാക്കളും മക്കളും ഒക്കെ എന്തോ പറയണം നമ്മള്. എന്തുവാണ് ഇയാൾ ഈ പറയുന്നത്? 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണെങ്കിൽ സ്വന്തം പഠിക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളുടെ മക്കൾ പരസ്പരം വേഴ്ച ചെയ്യുന്നതാ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇവനോടൊക്കെ ഇനി ആര് പറയാനാണോ? ആദം ഉണ്ടാക്കി ഹവ്വ പ്രസവിച്ചു. ആദ്യത്തെ പ്രസവത്തിലെ മക്കള് രണ്ടാമത്തെ പ്രസവത്തിലെ മക്കളോട് പരസ്പരം കെട്ടാൻ പറഞ്ഞു. നമ്മുടെ കോൺസെപ്റ്റുള്ളത് ഇൻസെസ്റ്റ് അല്ലേ? അയ്യോ, ദുരന്തങ്ങൾ. വേണ്ടിട്ട് അല്ലാഹു തആല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിന്റെ മക്കളെ ജനിപ്പിച്ചെടുത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആ ഉദാഹരണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇൻസെസ്റ്റ് ഉണ്ടെന്ന് പ്രസ്താവിക്കുക ഉണ്ടോ? പാടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് അങ്ങനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട് 20 പ്രസവത്തിലും ആണും പെണ്ണും മാത്രമായി അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകാവോ? എന്നെന്തുകൊണ്ടുണ്ടായി? അത് ഇൻസെസ്റ്റ് ഇല്ലാതെ ഒഴിവാക്കാൻ വേണ്ടിയാ. അപ്പോഴേ അള്ളാഹുവിന്റെ പോളിസി ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ്.
ഇവനോടൊക്കെ ആരെങ്കിലും വെളിവുള്ളവരുണ്ടെങ്കിൽ ഇൻസെസ്റ്റ് എന്താണ് എന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഇനി ഇതിൽ കൂടുതൽ എന്തോ പറയാൻ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഇവരുടെയൊക്കെ ബുദ്ധി? ഇവന്റെ ഈ കവലപ്രസംഗം കേട്ടിട്ട് ഒരാൾക്ക് പോലും ഇത് ഇൻസെസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും 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 ഇവർക്ക് ഇത് തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടാകുന്നത്. കുഴപ്പമില്ല, 2 മാസം ഗർഭിണിയാണ് അവളെ ഞാൻ അങ്ങ് കെട്ടിക്കൊള്ളാമെന്ന് ഒരു വാപ്പ വന്ന് പറയുക. എന്റെ വാപ്പയ്ക്കാണെങ്കിൽ തലയും ഉടലും വേർപെട്ടിട്ടുണ്ടാകുമായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ വളർന്നതാ. അത് സാത്താനാണെന്നൊന്നും പറയല്ലേ റെഡി. കാരണം എന്തെന്നറിയാമോ? സാത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ നന്മയുള്ള പ്രതീകമാണ്. ഒരിക്കലും സാത്താൻ ഇത് പറയില്ല. സാത്താൻ ഇത് പറയാൻ കഴിയില്ല. കാരണം നന്മയുടെ പ്രതീകമാണ്. സ്വന്തം മകനെ ബലി കൊടുത്ത് സ്വർഗം നേടാൻ വേണ്ടി കാത്തിരുന്ന ഇബ്രാഹീമിനോട് അത് ചെയ്യരുത് എന്ന് പറയാൻ കാണിച്ച ഒരു 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 മാനവികതയുണ്ടല്ലോ, ഒരു മനുഷ്യത്വമുണ്ടല്ലോ, ഒരു ദയയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. സൗദി അറേബ്യയില് ത്വായിഫ് എന്നൊരു സ്ഥലമുണ്ട്. ത്വായിഫ്. അവിടുത്തെ ആശുപത്രികളില് സ്ഥിരമായിട്ട് ഇതുപോലെ മക്കള് തന്നെ പ്രസവിക്കുന്നു, വാപ്പാടെ മക്കളെ. അങ്ങനെ ധാരാളം കുട്ടികളുണ്ടത്രേ. അവരിലൊക്കെ ഏതാണ്ട് 99% ബുദ്ധിവൈകല്യമുള്ള മക്കളാണ്.